നിങ്ങൾ എങ്ങോട്ടാ? ഇതല്ല ഈ പെട്ടിയൊക്കെ തൂക്കിക്കൊണ്ട് എങ്ങോട്ടാ? വീണ്ടും ഒരു ട്രിപ്പിന് പോവാണ്. വീണ്ടും ഒരു ട്രിപ്പ് അല്ലേ? ജിമ്മി ഇറക്കി വിടുവോ താനല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇവിടെ കയറ്റാൻ വഴിയില്ല. അല്ല, നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് പോകുന്നതിന് ഇപ്പൊ ഞാൻ പോവാ. ആ കാണാം കാണാം കാണാം. അപ്പൊ അങ്ങനെയോ? സനലാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് അല്ലേ? അതെ, ഇരിക്കുന്നു. അപ്പോഴാണ് പുള്ളി എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. എടി നോറ, നീ വരുന്നോ? ആർ യു കമ്മിങ്? ഇല്ല, അവള് വരുന്നില്ല. അവൾക്ക് താല്പര്യമില്ല വരുന്നത്. അതെ. അപ്പൊ നമ്മള് എങ്ങോട്ടാ സാർ പോകുന്നത്? നമ്മള് ഒരു സർപ്രൈസ് ആണോ? സർപ്രൈസ് വേണല്ലേ? നമ്മള് ചെറിയ ട്രിപ്പ് അല്ലേ? ന്യൂകാസിൽ അല്ലേ? ന്യൂകാസിൽ ഒരു പോവാണ്. ഫ്ലൈറ്റിനാണ് പോകുന്നത്. അതെ. വണ്ടി ഓടിച്ച് പോകാനിരുന്നതാണ് അല്ലേ? നിങ്ങൾക്ക് ഉറക്കം. അതെ, ഞാൻ പറഞ്ഞായിരുന്നു ഉറങ്ങിയാ വണ്ടി ഓടിച്ചോളാം. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. സാധനം ഈ സാധനം അല്ലേ? ഓക്കെ, വിത്ത് നമ്മളാ ഈ ക്രാക്കർ അല്ലേ? അതിന്റെ പേര് ഇത് സിംപ്ലി പോപ്പി സീഡ് വേഫേഴ്സ്. ഓക്കെ. അത് ചുമ്മാ സ്നാക്സ് ആയിട്ട് തിന്നാൻ കൊള്ളാം അല്ലേ? നിൽക്കുന്നത് നമ്മുടെ സനൽസാറിന്റെ വീട്ടിലാണ്. നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. ഈ പറഞ്ഞവർക്ക് എപ്പോഴും ട്രിപ്പ് ഒന്നും പോലെ ഇതൊക്കെ യാദർച്ഛികമായിട്ട് നിങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ഒരു 4 എപ്പിസോഡായിട്ട് ഒരു മാസമല്ല വന്നത്. അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും സ്ഥിരം ട്രിപ്പ്. ഉദാഹരണം, ഞാൻ ഇപ്പൊ നാട്ടിൽ പോയി, ഞാൻ മൂന്നാറ് അതുവഴിയൊക്കെ പോയി. നമ്മുടെ ആ വീഡിയോസ് ആണ് ഇപ്പൊ വന്നോണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞ 2 ദിവസം 3 ദിവസം പോയ ട്രിപ്പാ. പക്ഷെ അത് എപ്പിസോഡായിട്ട് നമ്മൾ ആഴ്ച ഒരെണ്ണമല്ലേ ഇടുന്നുള്ളൂ. വരുമ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏതാ ഓരോർക്കും എല്ലാ സെറ്റപ്പാണ്. നല്ലത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ന്യൂകാസിൽ പോകണം. നമ്മുടെ എങ്ങോട്ടാണ് സാറേ? നമ്മുടെ ഒരു ബോട്ട് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ബോട്ടിന് എന്നാ സംഭവം? ഇതൊരു ബോട്ട് ക്ലബ്ബ്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മലയാളി ബോട്ട് ക്ലബ്ബ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ട്. പക്ഷെ അതല്ല, നമ്മുടെ സോനീഷ് വരുന്നുണ്ട്. നമ്മുടെ സോനീഷിന്റെ അനന്തരമല്ലല്ലോ അല്ലേ? സോനീഷിന്റെ കസിൻ എന്ന് ഞങ്ങൾ വിളിക്കും. നമ്മുടെ കുഞ്ഞിന്റെ വരുന്നുണ്ട്. സരല, ഞാൻ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പൊ നേരെ നിമ്മി ഒന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ന്യൂകാസിലാണ് പോകുന്നത്. സിഡ്നിക്കാണ് നമ്മൾ പോയി ഇറങ്ങുന്നത്. നേരെ മേരിലാൻഡ് അല്ലേ? മെയ്റ്റ്ലാൻഡ്. ഓക്കെ, അപ്പൊ നേരെ അങ്ങോട്ട്. പെട്ടി ഒന്ന് നോക്കി എത്രയുണ്ടെന്ന്. എത്രയുണ്ട് എന്റെ? എത്രയുണ്ടെന്ന് നോക്കി. എനിക്ക് തോന്നുന്നത് ഒരു 6,900 അല്ലേ? കറക്റ്റ് എഴുതി. അപ്പൊ കറക്റ്റ് ആയിരുന്നു അല്ലേ? എന്റെ 5 സംതിങ് ഉള്ളു. ഇത്രേ ഉള്ളല്ലേ? നമുക്കറിയാം, നിങ്ങൾക്കല്ല കൂടുതൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലോഗർ ആയതുകൊണ്ട് അതാ നമ്മള് സോനീഷ് വന്നു കഴിഞ്ഞാൽ അന്നേരം പോയേക്കാം. കുഞ്ഞിന് എല്ലാവർക്കും ഒരു ഹായ്. സോനി സാറേ വണക്കം. അടുത്ത ട്രിപ്പ് പോവാണ്. വീട്ടിൽ നിന്ന് പോകണ്ടേ? ഭാര്യമാരെ മാറി നിൽക്കുന്നതല്ലേ? സോനീഷ് ഇങ്ങനെ കണ്ണീർ ഭാര്യനെ വിട്ടു പിരിഞ്ഞാൽ പുള്ളിക്ക് വിട്ടുപിരിഞ്ഞ് പോകാൻ അതെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒക്കെ പോയേക്കാന്നാ. അപ്പൊ നേരെ നമുക്ക് എയർപോർട്ട്. നേരെ നമ്മള് സിഡ്നിന്ന് നമ്മളെ 100 കിലോമീറ്റർ ഉണ്ടല്ലേ? 2 മണിക്കൂർ. ഓക്കെ സാറേ അപ്പൊ വിട്ടാലോ? ഓക്കെ അല്ലേ? ഓക്കെ. പണി വാളത്തെ കിട്ടിയാലും വേറൊരു കാര്യം ഉണ്ട് ചേട്ടാ, ഒരു വിമാനം മൊത്തം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതെ, ഞങ്ങളൊരു 5 മിനിറ്റ് താമസിച്ചല്ലേ? പറയാന് അതുപോലെ കറക്റ്റ് ടൈമിങ്. അതെ, മോയിൽപോടിക്ക് നമ്മൾ രക്ഷപ്പെട്ടല്ലേ? അപ്പോൾ നമ്മൾ നേരെ ന്യൂകാസിൽ നമ്മൾ ആരെ കൊണ്ടുപോകാൻ പറ്റും? സിഡ്നി. അവിടുന്ന് എത്ര കിലോമീറ്റർ? 2 മണിക്കൂറാകും. അപ്പോൾ ഡ്രൈവർ നമ്മളവിടുന്ന്. അപ്പോൾ നമ്മളെ കൊണ്ടുവരുന്ന ടോണിയും ക്ലിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് മുതലാളിമാരൊക്കെ. അപ്പോൾ നമുക്ക് നേരെ സിഡ്നി. വെറും 1 മണിക്കൂർ അല്ലേ? 1.5 താഴ്ന്നു, പൊങ്ങുന്നു താഴ്ന്നു. അങ്ങനെ നമ്മൾ സിഡ്നി ലാൻഡ് ചെയ്തേക്കാണല്ലേ? സിഡ്നി ലാൻഡ് ചെയ്ത് അങ്ങനെ സിഡ്നി ലാൻഡ് ചെയ്തേക്കാണ്. നമ്മളെ കൊണ്ടുവരാനായിട്ട് 1-2 ആൾക്കാർ വെളിയിലുണ്ട് അല്ലേ? സ്വീകരണത്തിന് വേണ്ടി പൂച്ചെണ്ടുമായിട്ട് വെളിയിൽ ആൾക്കാരുണ്ട്. അതെ, അതോ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന്.
പിന്നെ ഇവിടെ നമുക്ക് ന്യൂകാസ്റ്റിലല്ലേ പോകണ്ടേ? എത്ര മണിക്കൂറുണ്ട് സാറേ? 2 മണിക്കൂറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സാറേ നമ്മളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ടോണി വന്നേക്കാണ്. വണ്ടിയോട്ട് ഇരുന്ന് കൊടുത്താൽ മതി. രണ്ടുപേരും ഹായ് പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ന്യൂകാസ്റ്റിലൊക്കെ വിശേഷം? ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക നിങ്ങൾ വരുന്നത് ആണോ? പിന്നെ ഈ പറയാൻ നമുക്ക് ഇവിടെ എത്ര ദൂരമുണ്ട് ന്യൂകാസ്റ്റിൽ? ഇവിടെ സെറ്റ് 2 മണിക്കൂർ എടുത്തു. 2 മണിക്കൂർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ന്യൂകാസ്റ്റിൽ. ഈ പുള്ളി ഡ്രൈവിംഗ് പഠിത്തി ഇവിടെ വന്നപ്പോ ഈ പുള്ളി വീട്ടിൽ ഡ്രൈവറും ഈ പുള്ളിയുടെ മാറി ഓടിക്കാൻ കൈ കുറയ്ക്കുന്നു. പുള്ളിക്ക് അങ്ങനെ വണ്ടി കിട്ടില്ലേ കൈ കുറയ്ക്കും. എന്നാ നമുക്ക് നേരെ ന്യൂകാസ്റ്റിൽ അല്ലേ? അവിടുന്ന് പുള്ളി ഇങ്ങോട്ട് കൊണ്ടത് പോയേക്കാം. ഇന്നലെ വൈകിട്ട് നമ്മൾ എപ്പോഴും വന്ന് കിടന്ന വല്ല ഓർമ്മയുണ്ടോ? വൈകിട്ടില്ല, ഇന്ന് വെളുപ്പിനാ വന്നേ. കിടന്നത് 3:30 എനിക്ക് ഓർമ്മയുണ്ട്. ആണല്ലേ? ഞാൻ 5:00 കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. 3:30 കിടന്നിട്ട്. അപ്പൊ ഇന്നലെ വൈകിട്ട് നമ്മളെ ടോണി നമ്മുടെ ക്ലിൻറ്റൂടെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. നമ്മള് ടോണിന്റെ വീട്ടിൽ പോയി ചെറുതായി ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ? നല്ല അടിപൊളി പൂരിയായിരുന്നു ഒക്കെ കഴിച്ചു. അപ്പൊ നമ്മുടെ ചങ്ക് നമ്മുടെ വിപിൻ വന്നിട്ടുണ്ട്. വിപിൻ ഹായ്. ഹലോ നമസ്കാരം. അവിടെ വേറൊരു ചങ്ക് ഇരിപ്പുണ്ട്. ഹലോ നമസ്കാരം. ഞാൻ ഓർത്താണ് സിനിമാടന്മാരായിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ വരുന്നത്. അരുൺ എല്ലാവരും ഹായ് പറയും. അതെ ഹായ് എല്ലാവരോടും. ഓക്കെ അല്ലേ? അതെ. ഇനിയിപ്പോ സാറേ എന്നാ നമ്മുടെ അടുത്ത പരിപാടി? നമ്മുടെ ന്യൂകാസ്റ്റിലെ മലയാളികളുടെ ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടനം. അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അതിനാണ് നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് അവര് കൊണ്ടുവന്നേ. അപ്പൊ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് കൂടുതൽ വിശിഷ്ട അതിഥികൾ, അതായത് ഈ വീടിന്റെ ഉടമസ്ഥനെ ടോണി ഇവരെയൊക്കെ പരിചയപ്പെടാനുണ്ടല്ലേ? അപ്പൊ നേരെ ബോട്ട് ക്ലബ് ഇവർ പറഞ്ഞ കൊടുക്കെ നമ്മൾ നേരെ ബോട്ട് ക്ലബിലോട്ട് പോവാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശിഷ്ടാതികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ വീടിൻ്റെ ഉടമസ്ഥനെ ടോണി ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെയൊക്കെ അവിടെ ചെന്നിട്ട് പരിചയപ്പെടാം. എന്താണ് അവരുടെ പരിപാടിയും പദ്ധതി വന്ന് അവിടെ ചെന്നിട്ട്. അപ്പോൾ നേരെ ന്യൂകാസ്റ്റിൽ ബോട്ട് ക്ലബ്, മലയാളി ബോട്ട് ക്ലബ്. ഇതാണ് ഞാൻ പറഞ്ഞ പാലക്കാട് ടോണിക്കുട്ടൻ ഇന്നലെ നമ്മളെ രാത്രി കൊണ്ടുവരാൻ വന്നായിരുന്നു. സിഡ്നിയിൽ വന്നായിരുന്നു. അവിടെ നമ്മൾ 120 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു അല്ലേ? 150 കിലോമീറ്റർ. അപ്പം നമ്മൾ സത്യമായി ഈ ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത്. എന്താണ് ടോണി ഈ സംഭവം എന്ന് പറഞ്ഞ സംഭവം? ഇത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂകാസിലുള്ള ഒരു 50 മലയാളീസ് ഞങ്ങൾ ചേർന്ന് ഞങ്ങളൊരു ക്ലബ് അങ്ങ് ഫോം ചെയ്തു. 50 പേര് എന്ന് പറഞ്ഞാൽ നല്ല വൈബിൾ 50 പേര് കൂടി 50 ഫാമിലി, അതായത് 239 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഫണ്ട് റേസ് ചെയ്ത് ഞങ്ങൾ ഒരു $150,000 ഒരു സ്റ്റെബി ക്രാഫ്റ്റ് 2050 പിന്നെ സീഡുവിൻ്റെ GTA 170 SC എന്ന് പറഞ്ഞിട്ട് 2 സ്പെഷ്യൽ എഡിഷൻ ജെറ്റ് സ്കീം മേടിച്ചു. അപ്പോൾ പിള്ളേരെ എല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ, വിഷൻ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ യങ്ങർ ജനറേഷൻസിനും ഞങ്ങൾക്കും എല്ലാം ഈ വാട്ടർ സ്പോർട്സും വാട്ടറും ഫിഷിങ്ങും അക്സസിബിൾ ആണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത ഒരു ഇനീഷ്യേറ്റീവാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അത് ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ഷിപ്പ് ബോട്ടും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ജെറ്റ് സ്കി എല്ലാം റെഡി ആയിട്ട് നമ്മൾ വാട്ടറിൽ ഇരിപ്പുണ്ട്. നമ്മളൊക്കെ അത് കാണാം. നമുക്കത് കണ്ടാക്കാം, തകർത്താക്കാം. പിന്നെ 50 ഫാമിലി 239 മെമ്പേഴ്സ്. അതൊരു നല്ല ആശയം അല്ലേ സൺഡേ? നമുക്ക് അവിടെ തുടങ്ങാനായിട്ട് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് മെൽബണിലെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ സ്ഥലത്തിന്റെ പേര് ഇത് വാങ്ങി ഇതൊക്കെ പോകാൻ തോന്നില്ലേ? അതോ പ്രായം കഴിഞ്ഞോ? പിള്ളേരൊക്കെ വെടിക്കെട്ടായിട്ട് പോകുന്നില്ലേ? ന്യൂകാസിലെ പിള്ളേരാ വൈബാ, ഭയങ്കര വൈബാ. ടോണി, ഇതിന്റെ ലൈസൻസിങ്ങിന്റെ പരിപാടി എങ്ങനെയാ? ഇതിന്റെ സംഭവം ലൈസൻസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേർക്ക് ലൈസൻസ് എടുക്കാം. നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഒത്തിരി പിള്ളേർക്ക് ലൈസൻസ് ഉണ്ട്. ഒത്തിരി പിള്ളേർക്ക് ലൈസൻസ്, അവർ കുറെ ആൾക്കാർ ലൈസൻസ് എടുത്തിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ന്യൂകാസിലെ പിള്ളേരെല്ലാം ഞങ്ങൾ ഓടിക്കും. യങ്ങർ ജനറേഷൻസ് മുഴുവൻ വാട്ടർ സ്പോർട്സ്
ഫാൻസ് ന്യൂകാസിൽ എൻജോയ് ചെയ്യും. അത് 100%. അതിനകത്ത് ഒരു സംശയമില്ല. അതിനുള്ള എല്ലാം ഞങ്ങളെ കൂടെ ഒന്ന് കയറ്റിയല്ലേ? പിന്നെ അല്ല നമ്മളിപ്പോ പോലെ ബെന്നിച്ച നമ്മൾ ആ ബോട്ടിലും പോകുന്നു. നമ്മള് മെൽബണിൽ ഇത് കൂടെ തുടങ്ങണ്ടേ? അതെ അല്ലേ? പിന്നെ അല്ല നമുക്കൊരു ക്ലബ് ഫോം ചെയ്തിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാന്നേ ക്ലബ്ബുകൾ. മലയാളി ബോട്ട് ക്ലബിന് ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട് ഓടിക്കാൻ പോകണം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആൾക്കാരെല്ലാം ബോട്ടെ കയറിയിട്ടുണ്ട്. ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ ചങ്കുകളെല്ലാം ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ടോണി എല്ലാം ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? സോനീഷൻ എത്ര ഒന്നും മിണ്ടാത്ത ശരിയാണോ? അവരെ നമ്മുടെ ബോട്ടിന്റെ ക്യാപ്റ്റൻ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് അരുൺ. നാട്ടിലെ അങ്കമാലി, ഇവിടെ ന്യൂകാസില്. ഈ നമ്മുടെ ഈ ബോട്ടിൽ ലൈസൻസ് എടുത്ത് എത്ര നാളായി? ബോട്ട് ലൈസൻസ് എടുത്ത് കുറെ കാലമായി. ഞാൻ ചെറിയ ബോട്ടിൽ തുടങ്ങിയതാണ്. അങ്ങനെ 2-3 ബോട്ട് മേടിച്ച് വിറ്റ് അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് പഠിച്ച. ആരും ഹെൽപ്പും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് സ്വന്തമായി സെറ്റ് ആയി ആണല്ലേ? ഇത് ഇതിന്റെ നാവിഗേഷൻ പരിപാടികളൊക്കെ അല്ലേ? മീനെ കാണാം അല്ലേ? അതെ. ഇതിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കാർ ഓടിക്കണ പോലെ തന്നെ. ഇതാണ് ഇതിന്റെ ഗിയർ. ഇത് ഫോർവേഡ്. ഇതിപ്പോ നമ്മൾ ന്യൂട്രല്. ഇത് ഓടിക്കാൻ നമ്മൾ കാർ ഓടിക്കുന്ന പാടാണോ? പാടൊന്നുമില്ല. ഇതിന് കുറച്ചുകൂടെ നമ്മൾ റൂൾസ് അറിഞ്ഞിരിക്കണം. നമ്മുടെ വിൻഡാണ് ഇതിൽ എപ്പോഴും നമ്മുടെ എതിരാളി. വിൻഡ് നോക്കണം, ക്ലൈമറ്റ് നോക്കണം. ഓപ്പൺ വാട്ടറിലാണെങ്കിൽ അതിന്റേതായ ലൈഫ് ജാക്കറ്റ്, സേഫ്റ്റി കം ഫസ്റ്റ്. നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ജിസ്കില്ലേ? രണ്ടെണ്ണോ അല്ലേ? തകർക്കും. പോകുന്നു ജസ്കി. നമ്മുടെ ജസ്കി പോകുന്നു. അതേണ്ട പോകുന്നു. ജസ്കി കുഞ്ഞുണിക്ക് വേണ്ടി നമ്മൾ പവറൊക്കെ എങ്ങനെയാ അതിന്റെ? 200 HP സുസുക്കിയുടെ എഞ്ചിനാണ്. നല്ല പവർഫുൾ എഞ്ചിനാണ്. സൈലന്റ് ആണ്. 4 സ്ട്രോക്ക് ആണ്. അത്യാവശ്യം 200 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിന്. നമുക്കിത് എത്ര കടലിലോട്ട് അങ്ങോട്ട് പോകാം? ഇത് ശരിക്കും പറഞ്ഞാൽ ഉൾക്കടലിൽ പോയി ഫിഷ് ചെയ്യാൻ പറ്റിയ ബോട്ടാണ്. അതിന് പറ്റിയ ശരിക്കും ഫിഷിംഗ് ബോട്ടാണ്. നമ്മൾ സ്റ്റേബി ക്രാഫ്റ്റിന്റെ ബ്രാൻഡ് ആണ്. എപ്പോഴും വെള്ളത്തിൽ സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾക്ക് 2 ലൈസൻസ് ഇല്ലേ? ഇത് ന്യൂസിലാൻഡ് മെയ്ഡ് ആയി ബോട്ട്. അതായത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ബോട്ട്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ചത്. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ സേഫ്റ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേഫ് ആയിട്ട് ഇത് സിങ്ക് ചെയ്യത്തില്ല. ഈ ബോട്ടിന്റെ പ്രത്യേകതയാണ് പാൻഡുണ്ട് 2 സൈഡിലും. അപ്പൊ ഇത് എന്തോരം വെള്ളം കയറി നിറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് ഇവിടെ വെള്ളം നിറഞ്ഞങ്ങ് നിൽക്കുള്ളൂ അവിടെ. അത് ഈ ബോട്ടിന്റെ പ്രൈസ് എത്രയാണ്? ഇതിന് 1.55 150 നമ്മുടെ കൂടെ ഉള്ളവരുണ്ടല്ലോ. ലൈസൻസ് ഉണ്ടോ? നമ്മുടെ ബുക്കിംഗിന്റെ സിസ്റ്റം. ഞങ്ങളെല്ലാം വെബ്സൈറ്റ് ചെയ്ത് ബുക്കിംഗ് എല്ലാം ഓൺലൈനിൽ സോഫ്റ്റ്വെയർ വൈസ് ആണ്. അത് ചെയ്തേക്കുന്ന എല്ലാം ഡോൺ ആണ്. അങ്ങനെ ഇത കയറിട്ടെ ഈ പ്രായകാലത്ത് ഇത എല്ലാം കയറി കാര്യം കരക്കോട്ട് കേറിട്ട് പറയാം. അടിപൊളിയായിരുന്നല്ലേ? തകർത്തല്ലേ? ഞാൻ പോയതാ. ഇല്ല ഞാൻ പോയത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ജസ്കി റൈഡ് ബോട്ട് റൈഡ് ഒക്കെ? ഒരു 1.5 സംഭവം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരു തൊപ്പി അപ്പൊ നമ്മുടെ ന്യൂകാസിൽ മലയാളി ബോട്ട് ക്ലബിന്റെ എല്ലാ അംഗങ്ങളും അല്ലെ ഒരുമാതിരിപ്പെട്ട എല്ലാ അംഗങ്ങളുണ്ട്. കുറച്ചുപേര് പോയി. നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് ടോണിക്കും അതിന്റെ കൂട്ടാളികൾക്കെല്ലാം ഒരാരും നന്ദി പറയുന്നു. ഇപ്പോൾ ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഒന്നല്ല ഒരു 10 ബോട്ട് വരട്ടെ വളരെ ആർദ്രമായി അല്ലെങ്കിൽ നമ്മൾ ആശംസിക്കുന്നു എല്ലാവർക്കും.
പിന്നെ വേറെ പരിപാടി നമ്മൾ കഴിഞ്ഞ നിങ്ങളൊരു വണ്ടിയോട്ട് ഇവിടെ വന്നില്ലായിരുന്നോ? ആൾക്കാർ ചോദിക്കാറുണ്ട് സാൻസാണ്. ഇതാണ് സാൻസ്, റാമിന്റെ ഉടമസ്ഥനാണ്. കണ്ടത് വളരെ സന്തോഷം. ന്യൂകാസിലെ മലയാളികൾ പൊളിയല്ലേ? എല്ലാം പൊളിയാണ്. പ്രശ്നമുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. നമസ്കാരം.